ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ റെഫ്രിജറേറ്റർ അഥവാ ഫ്രിഡ്ജില്ലേ അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇതിന് പ്രധാനമായിട്ട് 4 സ്റ്റെപ്പാണുള്ളത്. ആ ഓരോരോ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഈ റെഫ്രിജറേറ്ററിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം. ഇതാണ് റെഫ്രിജറേറ്ററിൻ്റെ ഫിഗർ. ഇവിടെ നമുക്ക് ഈ വാൽവിൽ നിന്ന് പറഞ്ഞു നോക്കാം. ഈ കാണുന്ന ട്യൂബ് ഇത് ആരോ മാർക്ക് ഡയറക്ഷനിലാണ് ഈ ട്യൂബിനകത്തേക്ക് കൂടി ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ഫോമിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഒരു കംപ്രസർ എന്ന് പറഞ്ഞ പാർട്ടുണ്ട്. ഈ കംപ്രസർ ചെയ്യുന്നത് ഇവിടെ നിന്ന് വരുന്ന വേപ്പർ ഫോമിൽ, ബ്ലൂ കളറൊക്കെ വേപ്പറാണ്, വേപ്പർ ഫോമിൽ വരുന്ന ആ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ലിക്വിഫൈ ചെയ്ത് ലിക്വിഡാക്കി മാറ്റി, ലിക്വിഡാക്കുമ്പോൾ അതിന് ടെമ്പറേച്ചർ കൊടുക്കും. അതിന് ചുവന്ന കളറിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഹോട്ടായിട്ടുള്ള ലിക്വിഡ് ഇതിലൂടെ മൂവ് ചെയ്ത് കുറേയൊക്കെ ഹീറ്റ് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ അത് വീണ്ടും തണുത്ത ലിക്വിഡായിട്ട് മാറും. എന്നാൽ ഹൈ പ്രഷറിലായിരിക്കും. ഈ ഹൈ പ്രഷറിലായിട്ടുള്ള ആ ലിക്വിഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലിക്വിഡ് വർക്കിംഗ് സബ്സ്റ്റൻസ്? നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇതിനകത്ത് ഉപയോഗിക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ, അല്ലെങ്കിൽ HCFC ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ, അല്ലെങ്കിൽ HFC ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ. ഇതൊക്കെയാണ് റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന ട്യൂബിലൂടെ കടന്നു പോകുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന ഗ്യാസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. The sudden expansion of the gas from high to low pressure which cools it and converts it into vapor liquid mixer. അത് ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ വാൽവിൻ്റെ താഴെ ഈ ഒരു ഭാഗത്ത് ഈ ലിക്വിഡ് വളരെ ഹോട്ടായിരിക്കും, എന്നാൽ ഹൈ പ്രഷറിലായിരിക്കും. കാരണം തൊട്ട് താഴെ നിന്ന് കംപ്രസ് ചെയ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഹൈ പ്രഷറിലായിരിക്കും വരുന്നത്. ഇവിടെ എത്തുന്ന ആ ലിക്വിഡ് ചെറിയൊരു ത്രോട്ടിൽ എക്സ്പാൻഷൻ ചെയ്യുക, ചെറിയൊരു നാരോ ഹോളിൽ കൂടി എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ലിക്വിഡ് ഈ ഭാഗത്ത് എത്തുമ്പോൾ അത് ഗ്യാസായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതൊരു വാൽവാണ്. ഈ വാൽവിൻ്റെ ഈ ഭാഗത്ത് ലിക്വിഡാണ്. ഇപ്പോൾ എത്തുമ്പോൾ അത് ചെറിയൊരു ഹോളിൽ കൂടി എക്സ്പാൻഡ് ചീറ്റി പുറത്തേക്ക് വരുമ്പോൾ അത് ഗ്യാസായിട്ട് മാറുന്നുണ്ടാവും. സോ എക്സ്പാൻഷൻ, വോളിയം ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ വാൽവ്, അതാണ് ഈ ഗ്രീൻ കളറിൽ ഇരിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് ഇതിൻ്റെ. വാൽവ് കൂൾസ് ദ ഗ്യാസ് ടു വേപ്പർ ലിക്വിഡ് മിക്സർ. കൂൾസ് ഗ്യാസ് എന്ന് പറയുമെങ്കിലും അത് ലിക്വിഡ് ഫോമിലാണ്. അത് ഇവിടെ വേപ്പറായിട്ട് മാറും. തൊട്ടടുത്ത് തന്നെ അധികം താമസിയാതെ തന്നെ അത് ഫ്രിഡ്ജിനകത്തേക്ക് എൻ്റർ ചെയ്യും. അതിൻ്റെ ഫ്രീസർ പാർട്ടിനകത്തേക്ക് പോകും. ഫ്രീസർ പാർട്ടിൽ വെച്ച് ഈ വെരി കൂളായിട്ടുള്ള ത്രോട്ടിൽ എക്സ്പാൻഷൻ കഴിഞ്ഞ് വളരെ കൂളായിട്ടുള്ള ഗ്യാസാണ്. ഈ ഗ്യാസ് ഈ കൂളിംഗ് പ്രോസസ്സിന് പുറമേ ധാരാളം ഹീറ്റ് എനർജി ആവശ്യമുണ്ട്. അത് ചുറ്റുപാടുള്ള സറൗണ്ടിങ്, ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. അബ്സോർബ്സ് ഹീറ്റ് ഫ്രം ദ ഇൻസൈഡ് ആൻഡ് ബിക്കംസ് വേപ്പർ. അപ്പോൾ ആ ലിക്വിഡ് ഫോം സെമി വേപ്പർ സ്റ്റേജിലായിരുന്നു, വേപ്പർ ലിക്വിഡ് സ്റ്റേജിലായിരുന്നു. അത് കംപ്ലീറ്റ് വേപ്പറായിട്ട് അഥവാ ഗ്യാസ് ഫോമിലേക്ക് മാറും. അപ്പോൾ ഈ പ്രോസസ്സിന് ഹീറ്റ് ആവശ്യമുണ്ട്. അത് സറൗണ്ടിങ് ആ ഹീറ്റ് സക്ക് ചെയ്തെടുക്കും. ബലമായിട്ട് ആ ഹീറ്റ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ആണ്. ഇവിടുത്തെ പ്രഷർ കൊണ്ട് ആ വേപ്പർ താഴേക്ക് പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെയുള്ള സ്റ്റേജാണ് B എന്ന് എഴുതിയിരിക്കുന്നത്. അബ്സോർപ്ഷൻ ബൈ ദ കോൾഡ് ഫ്ലൂയിഡ് ഫ്രം ദ റീജിയൻ ടു ബി കൂൾഡ്. അതാണ് ഫ്രീസർ, റീജിയൻ ടു ബി കൂൾഡ്, കൺവേർട്ടിങ് ഇൻ ടു വേപ്പർ. അപ്പോൾ സെമി ലിക്വിഡ് സ്റ്റേജിലായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് അത് വേപ്പറായിട്ട് മാറും. പിന്നെ അത് താഴേക്ക് പമ്പ് ചെയ്ത് പോവുകയാണ്. കാരണം താഴെയാണ് അതിൽ വീണ്ടും കംപ്രസ് ചെയ്യാനുള്ള ആ ഒരു ഭാഗം ഇരിക്കുന്നത്. കംപ്രസർ എന്ന് പറയുന്ന ഒരു പമ്പാണിത്, മോട്ടോർ പമ്പാണ്. അത് ഉപയോഗിച്ച് പിസ്റ്റൺ സിലിണ്ടർ എന്നതുള്ളത്, പിസ്റ്റൺ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് അത് കംപ്രസ് ചെയ്ത് പ്രഷർ കൂട്ടും. അപ്പോൾ അങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇപ്പോൾ ഇവിടുന്ന് വരുന്നത് ഗ്യാസ് ഫോമാണ്. അത് കംപ്രസ് ചെയ്ത് ലിക്വിഡായിട്ട് മാറ്റും. പക്ഷേ അങ്ങനെ കംപ്രസിങ് പ്രോസസ്സിൽ ഹീറ്റ് ഉണ്ടാവുമെന്ന് അറിയാലോ. ആക്ച്വലി ഈ റീജിയനിൽ അബ്സോർവ് ചെയ്യപ്പെട്ട ഹീറ്റ് ഇവിടെ ജനറേറ്റ് ചെയ്യും. ദ എക്സ്റ്റേണൽ വർക്ക് ഈസ് ഡൺ ബൈ ദ കംപ്രസർ യൂണിറ്റ് ഹീറ്റ്സ് അപ്പ് ദ വേപ്പർ. അതിനോട് റെഡ് കളറിൽ കാണിച്ചത് ആഫ്റ്റർ കംപ്രസിങ് ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് ബട്ട് ഇറ്റ് ഈസ് വെരി ഹോട്ട് ലിക്വിഡ്. അപ്പോൾ അങ്ങനെ ഹോട്ടായിട്ടുള്ള ലിക്വിഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും ആ ഹീറ്റ് പുറത്തേക്ക് കളയണം. അതിന് വേണ്ടിയാണ് റേഡിയേറ്റർ പാർട്ടുണ്ട്. റെഫ്രിജറേറ്ററിൻ്റെ പുറയിൽ, പഴയ കാലത്തെ റെഫ്രിജറേറ്ററിൻ്റെ പുറയിൽ നോക്കിയാൽ കാണാൻ പറ്റും ധാരാളം കറുത്ത കളറിലുള്ള ഇങ്ങനെ ചെറിയ ട്യൂബുകൾ അങ്ങോട്ടും പോയിട്ട് കാണാം. കാരണം അതിന് ഹീറ്റ് എനർജി റേഡിയേറ്റ് ചെയ്ത് പുറത്ത് കളയാൻ വേണ്ടിയാണ്. സോ ഹോട്ട് വേപ്പർ ഈസ് റിലീസ്ഡ് ടു ദ സറൗണ്ടിങ്. ബ്ലാക്ക് കളറൊക്കെ അടിച്ചിട്ടുണ്ടാവും, ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ടാവും കൂടുതൽ ഏരിയ കൂട്ടാൻ വേണ്ടി.
അങ്ങനെ അത് ഹീറ്റ് പുറത്തേക്ക് കളയുന്ന പ്രോസസ്സാണ് അടുത്ത നാലാമത്തെ പ്രോസസ്സ്. ഹോട്ട് വേപ്പർ ഈസ് റിലീസ്ഡ് ടു ദ സറൗണ്ടിങ്സ്. ഓക്കെ, മൂന്നാമത്തെ പ്രോസസ്സ് നമ്മളിവിടെ പറഞ്ഞില്ല. ഹീറ്റിംഗ് അപ്പ് ഓഫ് വേപ്പർ ഡ്യൂ ടു എക്സ്റ്റേണൽ വർക്ക്, കംപ്രസർ ചെയ്യുന്ന എക്സ്റ്റേണൽ വർക്ക് ബൈ ദ സിസ്റ്റം. ഇനി നാലാമത്തെ പ്രോസസ്സാണ് റിലീസ് ഓഫ് ഹീറ്റ് ബൈ ദ വേപ്പർ ടു ദ സറൗണ്ടിങ്സ്. അതാണ് ഇവിടെ കാണുന്നത്, റിലീസ് ഓഫ് ഹീറ്റ് ബൈ ദ വേപ്പർ ടു ദ സറൗണ്ടിങ്സ് ബ്രിങ്ങിങ് ഇറ്റ് ടു ഇനീഷ്യൽ സ്റ്റേജ്. അങ്ങനെ ഹീറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റേജിൽ വെച്ച് ലിക്വിഡായിട്ടുണ്ടാവും, കൂളായിട്ടുണ്ടാവും. ഇനി വീണ്ടും പ്രോസസ്സ് ത്രോട്ടിൽ എക്സ്പാൻഷൻ, ചെറിയൊരു ഹോളിൽ കൂടി എക്സ്പാൻഡ് ചെയ്യുക എന്ന പ്രോസസ്സ് കണ്ടിന്യൂ ആണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ 4 പ്രോസസ്സുകളാണ് റെഫ്രിജറേറ്ററിൽ ഉള്ളത്. ഇതേ രീതിയിലാണ് ഐസ് പ്ലാന്റുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ധാരാളമായി കമേഴ്ഷ്യലായിട്ട് ഐസ് ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ കൂളിങ്ങിനായിട്ടുള്ള ചെറിയതുപോലെ വലിയ ട്യൂബുകൾ കാണാൻ പറ്റും. ഇതിൽ കൂടി വാട്ടറൊക്കെ ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ പെട്ടെന്ന് കൂൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിന് കൂളിംഗ് ട്യൂബുകൾ എക്സ്റ്റേണലായിട്ട് പിടിപ്പിച്ചാണ് കാണാം. അതുപോലെ തന്നെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷൻ AC എന്ന് പറയില്ലേ, അതിനകത്ത് വീടിനകത്തും പുറത്തോട്ടായിരിക്കും. ഈ ഒരു ഭാഗം വീട്ടിനകത്തായിരിക്കും, മുറിക്കകത്തായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഫാൻ വെച്ചിട്ടായിരിക്കും അത് ടെമ്പറേച്ചർ ലെവൽ ചെയ്യുക. അതുപോലെ തന്നെ വീടിന് പുറത്തിരിക്കുന്നൊരു യൂണിറ്റ് ഉണ്ട് അതിനകത്ത്, അത് ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള കോയിലായിരിക്കും അതിനകത്ത്. അവിടെ ഫാൻ സിസ്റ്റം ഉണ്ടാകും. അതുപോലെ ഇവിടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കംപ്രസർ, അതുപോലെ തന്നെ എക്സ്പാൻഷൻ വാൽവ്. ഈ സിസ്റ്റം തന്നെയാണ് AC-കളിലും ഉപയോഗിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് ഈ ഇപ്പോൾ പ്രചാരത്തിലുള്ള സ്പ്ലിറ്റ് AC എന്ന് പറയുന്ന 2 യൂണിറ്റായിട്ട് വെക്കുന്നത്. പണ്ട് ഉപയോഗിച്ചിരുന്ന ഒറ്റ ബോക്സ് ആയിരുന്നു, അതുങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. ഒറ്റ ബോക്സ് ആയിരുന്നു. അതിൻ്റെ ഒരു ഭാഗം വീടിന് പുറത്തേക്ക് ഒരു ജനലിൽ കൂടി പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിരിക്കും. അത് ഹോട്ടായിട്ടുള്ള കോയിലായിരിക്കും വരിക. ഒരു ഭാഗം വീട്ടിൽ ഇതായിരിക്കും വരിക പുറത്തേക്ക്. ഇവിടെ ചെടികൾ കാണിക്കുന്നുണ്ട്, പുറത്തേക്ക് നിൽക്കുന്നു. അല്ല, അതിൻ്റെ ഒരു ഭാഗം നിൽക്കുക മുറിക്കകത്തേക്കായിരിക്കും. അത് കൂളായിട്ടുള്ള ട്യൂബായിരിക്കും. ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഫാൻ വെച്ചിട്ടുണ്ടാവും, കംപ്രസറൊക്കെ ഉണ്ടാവും, എക്സ്പാൻഷൻ വാൽവ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ സിസ്റ്റങ്ങളൊക്കെ സെയിം തന്നെയാണ്. റെഫ്രിജറേറ്ററിൻ്റെ എഫിഷ്യൻസി അല്ല സാധാരണ പറയാറ്. അതിന് ഇക്വലൻ്റായിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്നൊരു ടൈമാണ് റെഫ്രിജറേറ്ററിൻ്റെ പെർഫോമൻസിനെ കാണിക്കാനായിട്ടുള്ള ആൽഫ എന്ന ലെറ്റർ. എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാണ്. ഇത് കാണാനുള്ള ഇക്വേഷൻ Q2/വർക്ക് ഡൺ ആണ്. സോ Q2 എന്ന് പറയുന്നത് Q2 ഈസ് എ ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കോൾഡ് റിസർവോയർ. അപ്പോൾ അവിടെ ഇൻടേക്ക് ഹീറ്റ് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇൻടേക്ക് എടുക്കുന്നത് അവിടെ നിന്നാണ്, സിങ്കിൽ നിന്നാണ് എടുക്കുന്നത് അല്ലേ, കോൾഡ് ആയിട്ടുള്ള റീജിയനിൽ നിന്നാണ് എടുക്കുന്നത് മാത്രം. സോ W വരെ നമുക്ക് നേരത്തെ കണ്ട പോലെ Q1 - Q2 എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിൻ്റെ ഇക്വേഷൻ. റെഫ്രിജറേറ്ററിൻ്റെ പ്രത്യേകത, റെഫ്രിജറേറ്റർ കനോട്ട് വർക്ക് വിത്തൗട്ട് സം എക്സ്റ്റേണൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. കംപ്രസർ എന്നുള്ള ഉപകരണം ഉപയോഗിച്ച് ഒരു എക്സ്റ്റേണൽ വർക്ക് ആ ഗ്യാസിൽ കൊടുക്കാതെ റെഫ്രിജറേറ്ററിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. W cannot be 0 or coefficient of performance cannot be infinite. ഒരു 100% ആക്കുക സാധ്യമല്ല നമ്മൾ പറഞ്ഞല്ലോ ഏത് ഹീറ്റ് എഞ്ചിനെയും എന്നപോലെ. ഇവിടെ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് അതിൻ്റെ മാക്സിമം ആകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ്. പക്ഷേ അങ്ങനെ ഇൻഫിനിറ്റിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇനി അടുത്തായിട്ട് ഹീറ്റ് പമ്പ് അഥവാ നമ്മൾ നേരത്തെ പഠിച്ച ഹീറ്റ് എഞ്ചിൻ, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എഴുതി കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതാണ് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ് കൂളാണെങ്കിൽ ദ പർപ്പസ് ഓഫ് ദ ഹീറ്റ് പമ്പ് ഈസ് ടു പമ്പ് ഹീറ്റ് ടു എ പോർഷൻ ഓഫ് സ്പേസ്. മിക്കവാറും അത് റൂമിലേക്കായിരിക്കും ഹീറ്റ് പമ്പ് ചെയ്യുക. വെൻ ദ ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ, പുറമേ വളരെ തണുത്ത ഐസൊക്കെ പോലെയുള്ള തണുത്ത രാജ്യങ്ങളിൽ മുറിക്കകത്ത് അല്പം ഹീറ്റ് കിട്ടണം, അതിനുവേണ്ടി ഹീറ്റ് പമ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഹീറ്റ് പമ്പ്സ് ഉണ്ട്, റൂം ഹീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് കൂളർ റീജിയനിൽ നിന്ന് ഹോട്ടർ റീജിയനിലേക്ക് തന്നെയാണ് ഹീറ്റ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു വ്യത്യാസമുള്ളൂ. Q1/Q1 - Q2. നേരത്തെ ഇത് Q2/Q1 - Q2 വരുന്നത്, ഇവിടെ Q1/Q1 - Q2 ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ലോ നമ്മൾ കണ്ടു, സെക്കൻഡ് ലോ. അപ്പോൾ ഇത് 2 കാര്യങ്ങൾ ചേർന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റും കൂടി ചേർത്താണ് ഇത് പറയാറ്. ഇതിൽ കെൽവിൻ അതുപോലെ പ്ലാങ്ക് 2 സയൻറ്റിസ്റ്റുകളാണ്, മാക്സ് പ്ലാങ്ക്, ലോർഡ് കെൽവിൻ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നോക്കാം. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് ഹോൾ റിസൾട്ട് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ ആൻഡ് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രോസസ്സിനും
റിസർവോയർ എന്ന ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഹീറ്റ് എടുക്കുന്നു, റിസർവോയർ എന്നുള്ള ഹീറ്റ് എടുക്കുന്നത് Q1. അത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്കിലേക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് ഹോൾ റിസൾട്ട് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡർ ഒബ്ജക്റ്റ് ടു എ ഹോട്ടർ ഒബ്ജക്റ്റ് എന്നുള്ളത്. അതായത് കോൾഡറായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് ഹോട്ടറായിട്ടുള്ള ഒബ്ജക്റ്റിൽ കൊടുക്കുന്നത് ആ ഒരു പ്രോസസ്സിന് എക്സ്റ്റേണൽ വർക്ക് ഇടേണ്ട ആവശ്യമുണ്ട്. സാധാരണ രീതിയിൽ അത് നോർമലായിട്ട് നടക്കുന്നതല്ല. നോർമലായിട്ട് നടക്കുന്ന കേസ് എങ്ങനെയാണ്, ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് കൂളർ ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യും അല്ലേ, ഉയരത്തിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകും എന്ന് പറയുന്നില്ലേ. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് വെള്ളം ഒഴുകണമെങ്കിൽ നമ്മളൊരു പമ്പ് വർക്ക് ചെയ്യണം അല്ലേ, ഒരു കംപ്രസർ വർക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും പരസ്പരം കണക്റ്റഡ് ആണെന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന കാര്യമൊക്കെ അടുത്ത ക്ലാസ്സിൽ നോക്കാം.